ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് പറയുകയുണ്ടായി, ഇന്ന് മുതൽ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കുക, നമ്മളൊരു ക്രാഷ് കോഴ്സ് തുടങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ഫീസ്, ഏറ്റവും കുറഞ്ഞ ഫീസായ 999 രൂപയ്ക്കാണ് ഈ ഒരു ക്രാഷ് കോഴ്സ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് മാസ്റ്റർ കി അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുമാത്രമല്ല, കേരളത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരാണ് ഈ ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നത്. ലൈവ് ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, 24/7 മെന്റർഷിപ്പ് ഉണ്ട്, പ്രിന്റബിൾ PDF നോട്ട്സ് ഉണ്ട്, അൺലിമിറ്റഡ് മോഡൽ എക്സാംസ് ഉണ്ട്, ഡെയിലി എക്സാം. അതാണ് ഈ ഒരു ക്രാഷ് കോഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഡെയിലി നിങ്ങൾ എക്സാം എഴുതുന്നു അല്ലേ. നിങ്ങൾക്കൊരു 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. ആ 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ ക്രാഷ് കോഴ്സിന് എന്ത് ചെയ്യാൻ, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ, ഡെയിലി എക്സാം ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡെയിലി നിരന്തരമായിട്ട് നിങ്ങൾ എക്സാം എഴുതുക. എക്സാം എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നിങ്ങൾക്ക് ആ ഒരു അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളുടെ ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ളത് അത് പഠിച്ച് മുന്നേറാൻ പറ്റും. അതുപോലെ തന്നെ ക്രാഷ് കോഴ്സ് അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് അൺലിമിറ്റഡ് മോഡൽ എക്സാം ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയും മികച്ച ഫെസിലിറ്റീസ് ഉള്ള, അല്ലെങ്കിൽ ഇത്രയും മികച്ച സ്പെസിഫിക്കേഷൻസ് ഉള്ള ഒരു ക്രാഷ് കോഴ്സ് കേരളത്തിൽ മറ്റാരും ചെയ്യത്തില്ലെന്ന് 100% ഉറപ്പിച്ച് മാസ്റ്റർ കി അക്കാഡമിക്ക് പറയാൻ കഴിയും. ഇത് വിദ്യാർത്ഥികളോടുള്ള ഒരു പ്രതിബദ്ധത വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നത്. അതും വെറും 999 രൂപയ്ക്കാണ്. ഉടൻ തന്നെ, ഒട്ടും താമസിക്കണ്ട, ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ക്രാഷ് കോഴ്സ് എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. എന്നിട്ട് ഞങ്ങളുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ വെച്ച് തന്നെ നിങ്ങൾ പഠിക്കുകയും ചെയ്യാം. അപ്പോൾ എന്താണ് ഈ 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ? നിങ്ങൾക്ക് സിലബസിൽ വന്നിരിക്കുന്ന ആ എല്ലാ ടോപ്പിക്കും മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് ഞങ്ങളുടെ ഫാക്കൽറ്റീസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റഡി പ്ലാൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കി, ഇപ്പൊ ഡേ 1 അല്ലേ, ഡേ 1 ആണ് പറയുന്നത്. ശ്രദ്ധിക്കുക, ഡേ 1 നിങ്ങൾ ഈ സ്റ്റഡി പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പഠിച്ചു പോകണം. അതല്ലാതെ പഠിച്ചു പോകാൻ നിൽക്കരുത്. മനസ്സിലായി? കൂടുതലായിട്ട് പഠിക്കാം, കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് കവർ ചെയ്തിരിക്കണം. നമ്മൾ ഡേ 1 ഒരു ടോപ്പിക് ഇട്ട് കഴിഞ്ഞാൽ ആ ഡേ 1 ടോപ്പിക്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഡേ 1 എത്ര ബിസി എന്ന് പറഞ്ഞാലും ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സമയം കണ്ടെത്തിക്കോണം. മനസ്സിലായല്ലോ? ഒരു ജോലിയാണ് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മറ്റെല്ലാ തിരക്കും മാറ്റിവെക്കുക. കൃത്യമായിട്ട് ഈ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് തന്നെ പഠിച്ചു പോവുക. സമയം കണ്ടെത്തണം. മനസ്സിലായോ? ഡേ 1 ടോപ്പിക്ക് ഡേ 2 പഠിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും മാറ്റിയിടരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ പഠിത്തം ഫ്ലോപ്പ് ആവും. മനസ്സിലായോ? ഞങ്ങൾ ഇങ്ങനൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തു പോയാൽ മാത്രം മതി. നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. നിങ്ങൾ ഉറപ്പായിട്ടും പ്രിലിംസ് എന്ത് ചെയ്യും, പാസ്സായിരിക്കും. അത് മാസ്റ്റർ കി അക്കാഡമിയുടെ ഉറപ്പാണ്. അപ്പോൾ സ്റ്റഡി പ്ലാനിലേക്ക് കടക്കുന്നു. ഡേ 1 പറയുന്നത് എന്താണ്? ഡേ 1 പറയുന്നത് കേരള ചരിത്രം, യൂറോപ്യന്മാരുടെ വരവ്, കേരള ഭൂമിശാസ്ത്രം, നദികൾ. കണ്ടോ, ഇത്രയും സാധനമാണ് ഡേ 1 നമ്മൾ പറയുന്നത്. കണ്ടോ, ഡേ 1 ടോപ്പിക് ഏതൊക്കെയാണ്? കേരള ചരിത്രം, യൂറോപ്യന്മാരുടെ വരവ്, കേരള ഭൂമിശാസ്ത്രം, നദികൾ. പിന്നെ വരുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതി. ഇത്രയും ടോപ്പിക്ക് നമ്മൾ ഡേ 1 കവർ ചെയ്യും. ഡേ 2 നോക്കിയേ, നമ്മൾ നേരെ ഇങ്ങോട്ട് പോവുകയാണ്, മാത്സിലേക്ക് പോവുകയാണ്. എന്താണ്? സംഖ്യകളും അടിസ്ഥാന ക്രിയകളുമാണ് ഡേ 2. ഡേ 3 കേരള ചരിത്രം, തിരുവിതാംകൂർ. പിന്നെ വരുന്നത് എന്താണ്? ഭരണഘടന ആമുഖവും അന്തരീക്ഷ താപനിലയുമാണ് വരുന്നത്. ഭരണഘടന ആമുഖവും അന്തരീക്ഷ താപനിലയുമാണ് ഡേ 3 വരുന്നത്. ഓക്കെ അല്ലേ? ഡേ 4 വീണ്ടും നമ്മൾ എങ്ങോട്ട് പോകുന്നു? മാത്സിലേക്ക് പോവുകയാണ്. മാത്സിൽ ഏതാണ്? ഭിന്നസംഖ്യകളും ഭരണഘടനയില് പൗരത്വവും. ഓക്കെ ആണല്ലോ? ഡേ 5 എന്താണ്? നമ്മൾ ഇംഗ്ലീഷ് അല്ലേ, ഇംഗ്ലീഷാണ് നമ്മൾ ഡേ 5 പ്രിഫർ ചെയ്യുന്നത്. എന്താണ്? ആർട്ടിക്കിൾ. ഇംഗ്ലീഷിലെ ആർട്ടിക്കിളും അതുപോലെ തന്നെ എക്കണോമിക്സിലെ RBI, ഇന്ത്യ സാമ്പത്തിക രംഗം. കണ്ടോ, ഈ 2 ടോപ്പിക്കും നമ്മൾ ഡേ 5 എന്ത് ചെയ്യുന്നു? കവർ ചെയ്യുന്നു. മനസ്സിലായോ? അടുത്ത ഇപ്പൊ ഡേ 5 കഴിഞ്ഞാൽ ഡേ 6 നോക്കേ,
കേരള ഭൂമിശാസ്ത്രം, കേരളത്തിന്റെ സ്വാഭാവിക സസ്യപ്രകൃതി, കായലുകളും തടാകങ്ങളും. ഇത്രയും ടോപ്പിക്കാണ് ഡേ 6 നമ്മൾ എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യും. ജനറൽ ടോപ്പിക്കാണ് ഇതെല്ലാം അല്ലെ. കേരള ഭൂമിശാസ്ത്രം, കേരളത്തിന്റെ സ്വാഭാവിക സസ്യ പ്രകൃതി, അതുപോലെ തന്നെ കായലുകളും തടാകങ്ങളും, ഇതിനെക്കുറിച്ചെല്ലാം ആയിരിക്കും ഡേ 6 നമ്മൾ പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഡേ 7 പോകുമ്പോഴത്തേക്കും വീണ്ടും മാത്സിലേക്ക് വരുന്നു. എന്താണ്? ടൈം ആൻഡ് ഡിസ്റ്റൻസ്. ടൈം ആൻഡ് ഡിസ്റ്റൻസ് മാത്രമേ നമ്മൾ ഡേ 7 ഉൾക്കൊള്ളിച്ചിട്ട്, അത് ഇത്തിരി എന്താണ് വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിൽ നിന്ന് ഒരുപാട് നിരവധി ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ വർക്കൗട്ട് ചെയ്ത് വേണം നമുക്ക് ആ ഒരു ക്ലാസ് ഹാൻഡിൽ ചെയ്ത് പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഡേ 7 അത് മാത്രമേ ഉള്ളൂ. ഡേ 8 വരുമ്പോഴത്തേക്ക് എന്താണ്? കേരള ചരിത്രം, എന്താണ് കേരള നവോത്ഥാനം, കേരളത്തിലെ പക്ഷി സങ്കേതം, ദേശീയ ഉദ്യാനം, ഇത്രയുമാണ് ഡേ 8. ഡേ 9 വരുമ്പോഴത്തേക്കും നോക്കാം, കേരളത്തിലെ നദികൾ, കാലാവസ്ഥ, മണ്ണിനങ്ങൾ, കാർഷിക മേഖല. ഡേ 10 നോക്കി, എന്താണ് മാത്സ് ആണ്, എന്താണ് 3D ജോമെട്രി. 3D ജോമെട്രി ആണ് ഡേ 10 വരുന്നത്. ഡേ 11 നോക്കുക, എക്കണോമിക്സ്, 5 ഇയർ പ്ലാൻസും GST വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് അല്ലേ. പഞ്ചവത്സര പദ്ധതികളും അതുപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓക്കെ അല്ലേ. ഡേ 12 വരുമ്പോഴത്തേക്കും എന്താണ്? ഹിസ്റ്ററിയാണ് വരുന്നത്. ഹിസ്റ്ററിയിൽ എന്താണ്? 1ാം സ്വാതന്ത്ര്യ സമരം, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട്. കണ്ടോ, 1ാം സ്വാതന്ത്ര്യ സമരവും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട്. ഓക്കെ അല്ലേ. അപ്പൊ ഡേ 13 വരുമ്പോഴത്തേക്ക് എന്താണ് വരുന്നത്? അതും ഹിസ്റ്ററി തന്നെയാണ്. എന്താണ്? പ്ലാസി ബക്സാർ യുദ്ധവും, ബംഗാൾ ദേശീയത, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ നിയമങ്ങള്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഇത്രയും ടോപ്പിക്കായിരിക്കും ഡേ 13 വരുന്നത്. ഈ ടോപ്പിക്കുകൾ കൂടുതലുള്ളത് കൊണ്ട് അയ്യോ ഇതെങ്ങനെ പഠിച്ചു തീർക്കും എന്നൊന്നും ചിന്തിക്കരുത്. പഠിച്ചു തീർക്കണം. കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു 60 ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടോപ്പിക്ക് കൃത്യമായിട്ട് കവർ ചെയ്യണം. ഇനി വേറൊരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പോൾ ഡേ 1 ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറേ അധികം സമയം അധികമുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? ഡേ 1 ടോപ്പിക്ക് നിങ്ങൾ പെട്ടെന്ന് പഠിച്ചു തീർന്നു വെച്ചോ, നിങ്ങൾ ഡേ 2 ഒരു പോർഷനും കൂടി എടുത്തോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ അങ്ങനെ കവർ ചെയ്ത് പൊക്കോ. കാര്യം അതാകുമ്പോഴത്തേക്കും കൂടുതൽ ടോപ്പിക്ക് വരുന്നു എന്ന് തോന്നുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓവർകം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് ഒന്നുകൂടെ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ക്ലാസ്സുകൾ ഒന്നുകൂടെ ഒന്ന് കേട്ട് പഠിക്കാൻ പറ്റും. മനസ്സിലായോ പറയുന്നത്? ഡേ 14 വരുമ്പോഴത്തേക്ക് എന്താണ്? ഇംഗ്ലീഷാണ്, ക്വസ്റ്റ്യൻ ടാഗും, മാത്സിലെ എന്തും കൂടെ വരുന്നുണ്ട്, ക്ലോക്കും കൂടെ വരുന്നുണ്ട് അല്ലേ. ഡേ 15 വരുമ്പോഴത്തേക്കും മാത്സിലെ കൃത്യംഗങ്ങളും, ഇന്ത്യൻ ജിയോഗ്രഫി, ഇന്ത്യൻ ഗതാഗതം, ഇന്ത്യൻ ഗതാഗതം, ഇത്രയുമാണ് ഡേ 15 വരുന്നത്. മനസ്സിലായേ? അപ്പൊ നമ്മുടെ ആദ്യ ക്വാർട്ടർ കംപ്ലീറ്റ് ചെയ്തു അല്ലെ. 15 ദിവസം ആവുമ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് ക്വാർട്ടർ തീരുകയാണ്. ഈ 15 ദിവസം കൊണ്ട് തന്നെ ഏകദേശം 25% ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? കവർ ചെയ്തിരിക്കുകയാണ്. മനസ്സിലായോ? നമ്മളിനി അടുത്ത ഇതിലേക്ക് പോവാണ്, 2ാമത്തെ ക്വാർട്ടറിലേക്ക് പോവാണ്. ഡേ 16 എന്താണ്? ഹിസ്റ്ററി, INC, ബംഗാൾ വിഭജനം, സ്വദേശി പ്രസ്ഥാനം. ഡേ 7 വരുമ്പോഴത്തേക്കും കേരള ചരിത്രം, കേരളത്തിലെ കലാപങ്ങൾ, ഇംഗ്ലീഷ്, പ്രിപ്പോസിഷൻസ് അല്ലെ. അടുത്ത ഡേ 18 വരുമ്പോഴത്തേക്ക് എന്താണ്? ഭരണഘടന, മൗലിക അവകാശം, ഇംഗ്ലീഷ്, സ്പെല്ലിംഗ്, പ്രിഫിക്സസ്, സഫിക്സ്. കണ്ടോ, പ്രിഫിക്സും സഫിക്സും ഒക്കെ ആണ് എവിടെ വരുന്നത്? ഡേ 18 വരുന്നത്. ഓക്കെ അല്ലേ. അടുത്ത ഡേ 19 നോക്കുക, എന്താണ് ഡേ 19 വരുന്നത്? മാത്സ് ആണ്, ലാഭവും നഷ്ടവും കണക്കുകളാണ് ഡേ 19 വരുന്നത്. പിന്നെ മലയാളം വിപരീത പദമൊക്കെ ഡേ 19 വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അടുത്തത് ഡേ 20 ആണ്. ഡേ 20 പറയുന്നത് എന്താണ്? കേരള ചരിത്രം, ഐക്യ കേരള പ്രസ്ഥാനം, അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഡേ 21 എന്താണ്? എക്കണോമിക്സ് അല്ലെ, GST, നികുതികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ബാലൻസ് ആയിട്ടുള്ളത് വരുന്നുണ്ട്. ഡേ 22 മലയാളം, എന്തൊക്കെയാണ് മലയാളത്തിലെ? വാക്യശുദ്ധിയും പദശുദ്ധിയും അല്ലെ. അതുപോലെ തന്നെ ഇംഗ്ലീഷിലെ ടെൻസും ഡേ 22 എടുക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഡേ 23 വരുമ്പോഴത്തേക്കും സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെന്റൽ സയൻസ്, കോൺട്രിബ്യൂഷൻ ഓഫ് പ്രൊമിനന്റ് ഇന്ത്യൻ സയന്റിസ്റ്റ്, അതാണ് ഡേ 23. ഡേ 24 ആണെങ്കിൽ എക്കണോമിക്സ്, ദേശീയ വരുമാനം, സഹകരണ ബാങ്ക് ഡേ 24. ഡേ 25 മാത്സിൽ നിന്നും എന്ത് വരുന്നു?
ടൈം ആൻഡ് വർക്ക് വരുന്നു. ഡേ 26 ഭരണഘടന, മൗലിക കടമകൾ, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ. ഡേ 27 ഏതാണ്? മാത്സ്, എന്താണ്? കലണ്ടറും മലയാളം പിരിച്ചെഴുത്ത്, അതുപോലെ തന്നെ എതിർലിംഗം, പര്യായപദം തുടങ്ങിയ ടോപ്പിക്കാണ് മലയാളത്തിൽ നിന്നും വരുന്നത്. ഡേ 28 വരുന്ന ഏതാണ്? ഇന്ത്യൻ ഭൂമിശാസ്ത്രം, അതിൽ തന്നെ നദികൾ അല്ലെ, ഇന്ത്യയിലെ നദികളാണ് അവിടെ വരുന്നത്. സിവിക്സ്, കേന്ദ്ര സംസ്ഥാന സാമൂഹ്യക്ഷേമ പദ്ധതികൾ അല്ലെ. ഡേ 29 ഏതാണ് വരുന്നത്? മാത്സിൽ നിന്നും അംശബന്ധവും അനുപാതവും, അതുപോലെ തന്നെ സിവിക്സിൽ നിന്നും പഞ്ചായത്ത് രാജ്, എക്കണോമിക്സിൽ നിന്നും പണനയവും ധനനയവുമാണ് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ഡേ 30 എന്ന് വെച്ചാൽ സെക്കൻഡ് ക്വാർട്ടറിന്റെ ലാസ്റ്റ് ദിവസമായ ഡേ 13 എന്താണ് വരുന്നത്? മാത്സിൽ തന്നെ ശതമാനം, എന്താണ് വരുന്നത്? ശതമാനം വരുന്നുണ്ട്. ഇംഗ്ലീഷിലെ കോൺകേർഡ് വരുന്നുണ്ട്. കല അല്ലെ, മലയാളത്തിലെ സാഹിത്യകാരന്മാർ ആരെല്ലാം, അതിനെ കുറിച്ചുള്ളതാണ് ഡേ 13 പിന്നെ വരുന്ന ടോപ്പിക്ക് വരുന്നത്. ഓക്കെ ആണല്ലോ? ഇപ്പൊ 2 ക്വാർട്ടർ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് നിങ്ങളുടെ കഴിഞ്ഞു അല്ലെ. 60 ഡേയ്സ് സ്റ്റഡി പ്ലാനിലെ 30 ദിവസത്തെ സ്റ്റഡി പ്ലാൻ അവസാനിച്ചിരിക്കുന്നു. അടുത്ത സെക്കൻഡ് ഹാഫ് ആരംഭിക്കണം. നിങ്ങളിപ്പോൾ 50% എന്ത് ചെയ്തിരിക്കുകയാണ്? പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അല്ലെ. ഡേ 31 വരുന്നു. ഏതാണ്? ഇംഗ്ലീഷ്, സിംഗുലർ, പ്ലൂറൽ, ഇഡിയംസ്, അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ്, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ബയോഡൈവേഴ്സിറ്റി. ഡേ 32 സിവിക്സ് ആണ്. ഇന്ത്യൻ സിവിൽ സർവീസ്, IAS, IPS, IFS. ഡേ 13 വരുമ്പോഴത്തേക്ക് ഏതാണ് വരുന്നത്? സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും ക്ലൈമറ്റ് ചേഞ്ച്, റെഡ് ഡേറ്റ ബുക്ക്, DRDO, ന്യൂക്ലിയർ പോളിസീസ് അല്ലെ. ഡേ 34 ജോഗ്രഫി, ഭൂപടങ്ങള്, സിവിക്സില് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഇംഗ്ലീഷിൽ നിന്നും ഫെമിനിൻ, മസ്കുലിൻ, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് എൻവിയോൺമെന്റൽ ഇഷ്യൂസ്, പൊല്യൂഷൻ, ഗ്ലോബൽ വാർമിംഗ് തുടങ്ങിയ ടോപ്പിക്കാണ് ഡേ 34 വരുന്നത്. നോക്കൂ, ഡേ 35 നോക്കൂ, ഏതാണ്? മാത്സിൽ നിന്നും ഏതാണ് വരുന്നത്? ആവറേജ് ഉണ്ട്. ഹിസ്റ്ററിയിൽ നിന്നും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയ ടോപ്പിക്കുകളാണ് ഡേ 35 വരുന്നത്. 36 നോക്കാം. സിവിക്സ്, ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, ഇൻഫർമേഷൻ കമ്മീഷൻ, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും എനർജി സെക്ടർ, എനർജി പോളിസി ഓഫ് പ്രോഗ്രാം, നാനോ ടെക്, ഗ്രീൻ ടെക്, ബയോടെക് ഡെവലപ്മെന്റ്, ന്യൂക്ലിയർ പോളിസീസ് തുടങ്ങിയ ടോപ്പിക്കാണ് വരുന്നത്. 37 ഇംഗ്ലീഷ്, ഡിഗ്രി ഓഫ് കമ്പാരിസൺ, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെ. ഇംഗ്ലീഷിൽ നിന്നും ഡിഗ്രി ഓഫ് കമ്പാരിസണും മാത്സിൽ നിന്നും സിമ്പിൾ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും വരുന്നു. ഡേ 38 വരുന്ന ഏതാണ്? സ്പോർട്സ് ആണ് വരുന്നത്. ഏഷ്യൻ ഗെയിംസ് അല്ലെ, അതുപോലെ തന്നെ ഒളിമ്പിക്സ്. പിന്നെ ജോഗ്രഫിയിൽ നിന്നും അന്തരീക്ഷവും ഭൂമിയുടെ ഉള്ളറയുമാണ് വരുന്നത്. ഡേ 39 എന്താണ്? ആർട്ട് അല്ലെ, കഥാപാത്രങ്ങള്, കൃതികള്, അതുപോലെ തന്നെ ഇന്ത്യൻ ഭൂമിശാസ്ത്രം, ഉത്തര മഹാസമതലം അല്ലെ, അതുപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലം, മരുഭൂമി തുടങ്ങിയ ടോപ്പിക്കുകളാണ് ഡേ 39 വരുന്നത് അല്ലെ. ഡേ 40 നോക്കാം. എക്കണോമിക്സ് പ്ലാനിംഗ് കമ്മീഷൻ, എക്കണോമിക്സിന്റെ പ്ലാനിംഗ് കമ്മീഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ മലയാളത്തിന്റെ ശൈലികൾ വരുന്നുണ്ട്. ഇംഗ്ലീഷിൽ നിന്നും സിനോണിയവും അനോണിയവും വരുന്നുണ്ട് അല്ലെ. ഓക്കെ ആണല്ലോ? 40 ദിവസം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? പിന്നിട്ടിരിക്കുന്നു അല്ലെ. 41ാമത്തെ ദിവസം നോക്കാം. 41ാമത്തെ ദിവസം എന്താണ് വരുന്നത്? 41ാമത്തെ ദിവസം വരുന്നു എക്കണോമിക്സ് ആണ് വരുന്നത്. CAG, അഡ്വക്കേറ്റ് ജനറൽ അന്റോണി ജനറൽ, അതുപോലെ തന്നെ ലോക ചരിത്രം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം. കണ്ടോ? ഈ ടോപ്പിക്കുകളാണ് ഡേ 41 വരുന്നത്. ഡേ 42 നോക്കാം. ഇംഗ്ലീഷ് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് വരുന്നത്. ഓക്കെ അല്ലേ? ഭരണഘടനാ ഭേദഗതികള്, അതുപോലെ തന്നെ സാഹിത്യം, ജ്ഞാനപീഠം നേടിയ മലയാളികൾ തുടങ്ങിയ ടോപ്പിക്കാണ് ഡേ 42 വരുന്നത്. ഡേ 43 ഏതാണ് വരുന്നത് നോക്കാം. സീരീസ് സ്ഥാന നിർണയം. കണ്ടോ? മാത്സിൽ നിന്നും എന്താണ്? സീരീസും അതുപോലെ തന്നെ സ്ഥാന നിർണയം. സിവിക്സിൽ നിന്നും സംസ്ഥാന ഭരണവും ഭരണ സംവിധാനവും അല്ലെ. 44 നോക്കാം. ഐക്യരാഷ്ട്രസഭ, അതുപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഓക്കെ അല്ലോ? ഡേ 44. അപ്പോൾ നോക്കി, ഡേ 45 നിന്നും എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. യൂസ് ഓഫ് കോറിലേറ്റീവ്സും അതുപോലെ തന്നെ ഇൻഫിനിറ്റി ജെറൻഡും, സിവിക്സിൽ നിന്നും പോക്സോ ആക്റ്റും ആണ് വരുന്നത് അല്ലെ. അപ്പോൾ നമ്മുടെ
തേർഡ് ക്വാർട്ടറും ഇവിടെ എന്ത് ചെയ്യുന്നു, അവസാനിക്കുന്നു അല്ലേ. തേർഡ് ക്വാർട്ടറിൽ നിങ്ങളിപ്പോൾ 75% നിങ്ങളുടെ ടോപ്പിക് എന്ത് ചെയ്തിരിക്കുകയാണ്, കവർ ചെയ്തിരിക്കുകയാണ്. 75% ടോപ്പിക് എന്ത് ചെയ്തിരിക്കുകയാണ്, കവർ ചെയ്തിരിക്കുകയാണ് അല്ലേ. ഡേ 16 നോക്കാം, അല്ല സോറി ഡേ 46 അല്ലേ. ഡേ 46 നോക്കാം. എന്താണ് മാത്സ് ദിശാവബോധം, അതുപോലെ തന്നെ എന്താണ് APM ആണ് മാത്സിൽ നിന്നും വരുന്നത് അല്ലേ. ഓക്കെ ആണല്ലോ. ഡേ 47 ഹിസ്റ്ററി, പ്രധാന വ്യക്തികൾ, വർത്തമാന പത്രം, ഇലക്ഷൻ കമ്മീഷൻ. ഡേ 47 വരുന്ന ടോപ്പിക്കാണ്. അടുത്തത് ഡേ 48 വരുന്നത് എന്താണ്, ഡേ 48 വരുന്നത് വേൾഡ് വാർ ആണ് വരുന്നത്. വേൾഡ് വാർ അല്ലേ. ഗാന്ധിജിയും ആദ്യകാല സമരങ്ങളും എല്ലാം ഡേ 48 വരുന്നത്. മാത്സിൽ നിന്നും ബോട്ട് മാസ് വരുന്നു. എന്താണ്, ബോട്ട് മാസ് ആണ് വരുന്നത്. ഓക്കെ അല്ലേ. ഡേ 49 ഇംഗ്ലീഷ് എന്താണ്, ഈഫ് ക്ലോസും ഫ്രൈസൽ വെർബും. ഓക്കെ അല്ലേ. ജോഗ്രഫിയിൽ നിന്നും സമുദ്രങ്ങളും സമുദ്ര ചലനങ്ങളും. ഡേ 50 നമ്മൾ അവസാന 10 ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. ജോഗ്രഫിയിൽ നിന്നും ശിലകള്, അന്തരീക്ഷം, കാറ്റുകള്, അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രം, പുത്തൻ സാമ്പത്തിക നയം തുടങ്ങിയ ടോപ്പിക്കാണ് ഡേ 50 വരുന്നത്. ഡേ 51 ഭൂമിശാസ്ത്രം, ഭൂരൂപങ്ങള്, ആർട്ടിൽ നിന്നും മലയാള പത്രപ്രവർത്തനം, ആത്മകഥകൾ തുടങ്ങിയ ടോപ്പിക്കാണ് 51 വരുന്നത്. ഡേ 52 ജോഗ്രഫി, വിവിധ തരം മലിനീകരണങ്ങൾ, അതുപോലെ തന്നെ ഹീറ്റ് ബഡ്ജറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, സ്മോഗ് തുടങ്ങിയ ടോപ്പിക്കുകൾ ഡേ 52 വരുന്നു. ഡേ 53 ജോഗ്രഫി, സൈക്ലോൺസ്, അതുപോലെ തന്നെ പ്രിസിപ്പിറ്റേഷൻസ്, ഓഷ്യൻ റിലീഫ് ഫീച്ചേഴ്സ്. ഡേ 54 കമ്പ്യൂട്ടർ, IT ആൻഡ് സൈബർ ലോ, ഇന്റർനെറ്റ്, നെറ്റ്വർക്ക്സ്. ഡേ 55 വരുന്നു കമ്പ്യൂട്ടർ, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ. ഡേ 56 വരുന്നു ആർട്ട്, മലയാളത്തിലെ സാഹിത്യകാരന്മാര്, ചിത്രകല, സംസ്കാരം തുടങ്ങിയ ടോപ്പിക്ക് ഡേ 56. ഡേ 57 ആർട്ടിൽ നിന്ന് തന്നെയാണ് സാഹിത്യ പ്രസ്ഥാനങ്ങൾ, കലാസാഹിത്യ സാംസ്കാരിക സ്ഥാപനങ്ങൾ, മലയാള സിനിമ, അതുപോലെ തന്നെ ഒരു ടോപ്പിക്ക് കൂടെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇല്ല, മലയാള സിനിമ അത്രേ ഉള്ളൂ. അടുത്ത ഡേ 58 വരുന്ന ടോപ്പിക് ഏതാണ്, എക്കണോമിക്സ് ആണ്. ഏതാണ് വരുന്നത്, എക്കണോമിക്സ് ആണ് വരുന്നത് അല്ലേ. എക്കണോമിക്സ്, ഹരിത വിപ്ലവം, ധാതുക്കൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് 58 വരുന്നത്. 59 വരുന്നത് ഹിസ്റ്ററി, ഇന്ത്യൻ വിദേശ നയം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, സിവിക്സില് പൊതുഭരണം, വാട്ടർഷെഡ് മാനേജ്മെന്റ് 59 വരുന്നതാണ്. ലാസ്റ്റ് ഡേ ഓഫ് അവർ സ്റ്റഡി പ്ലാൻ അല്ലേ. ഡേ 60 60ാമത്തെ ദിവസം നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. മനസ്സിലായോ? ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ലാസ്റ്റ് ഡേയിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ടോപ്പിക് ഏതാണ്, സിവിക്സിൽ നിന്നും ഡൊമസ്റ്റിക് വയലൻസ് പ്രൊഹിബിഷൻ ആക്റ്റും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് ടോപ്പിക്കായിട്ട് ഇട്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പം ഇത്രയും മികച്ച ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് മാസ്റ്റർ കീ അക്കാഡമി വന്നിരിക്കുന്നത്. അതും കേരളത്തിലെ തന്നെ ഏറ്റവും ചെറിയ ഫീസ് അല്ലേ, 999 രൂപയ്ക്ക്. ഇതിൽ മികച്ച ഒരു ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ഇനി എവിടുന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒട്ടും താമസിക്കേണ്ട, ഉടൻ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ. മാസ്റ്റർ കീ അക്കാഡമിയുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യൂ. ബൈ.